ഹലോ, നമുക്കിന്നൊരു കോഴിക്കോട് വരെ പോയാലോ? രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് എന്തെങ്കിലും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം യാത്രയാണ്. യാത്ര തന്നെ ഒരു 4 മണിക്കൂർ അങ്ങോട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക്. കോഴിക്കോടല്ല, കോഴിക്കോടേക്ക്. ഞാൻ കോഴിക്കോടേക്ക് ആദ്യമായിട്ടാണ് പോണത്. അത് കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര കൂടുതലായ കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് നമ്മളൊരു ചായ കുടിച്ചു. ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ലുലു മാളിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ മിഠായി തെരുവിലേക്ക് പോയി. ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ പല തരത്തിൽ എന്താ പറയുക, വെറൈറ്റി ഫുഡുകളാണ്. നമുക്ക് അതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു കഴിച്ച് നോക്കണമെന്ന് പറ്റും. നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അതുതന്നെ നമുക്ക് എല്ലാതൊന്നും കഴിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റി. അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പച്ച സാധനം മുകളിൽ വിരിച്ച കാരണം വെയിലധികം ഉണ്ടായിരുന്നില്ല. അത് കാരണം അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. വെയിലിൻ്റെ പേടി വേണ്ടല്ലോ. അങ്ങനെ മിഠായി തെരുവിൽ നമ്മൾ വില കുറവിൽ കുറേ സാധനങ്ങൾ കിട്ടും. നമ്മളിപ്പോൾ നോക്കിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വരെ കിട്ടും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ നിന്ന് പിന്നെ കോഴിക്കോട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൽവയാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അലുവൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒരു ചായ കുടിച്ചു. ഞാൻ പക്ഷേ ചായ അല്ല കുടിച്ചത്, ഞാനൊരു ലൈം ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു സാധനം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നു. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേനും ബസ് എത്തി. ബസ്സിൽ കയറി യാത്ര വീണ്ടും തുടങ്ങി. ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. പക്ഷേ ഞങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ KSRTC തന്നെയായിരുന്നു മാർഗം. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ. പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറേ യാത്രകളായിരിക്കും. അതായത് കഴിക്കുന്നതോ കണ്ട കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. കാരണം എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്തൊക്കെ ഷൂട്ട് ചെയ്യണം എന്ന് എനിക്കറിയില്ല. പിന്നെ പകുതി കാര്യങ്ങളൊക്കെ മറന്നു പോവാണ്. ഞാൻ വിചാരിച്ചത് കുറേ എന്ത് ഫുഡ് കഴിച്ചാലും അതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ഞാൻ മറന്നുപോയി. അത് ഫോണൊന്നും എടുത്ത് വീഡിയോ എന്താ പറയുക, ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. അതാണൊരു കാര്യമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ യാത്രകളായിരുന്നു. മെയിനായിട്ട് എന്താ പറയുക, യാത്രയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ വീണ്ടും എണീക്കും. അപ്പോഴാണ് ആലോചിക്കുക ഷൂട്ട് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കിടന്നുറങ്ങും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ കയ്യിൽ പിടിച്ചു കഴിക്കാനായിട്ട്. അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ.